എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ ഒരുപാട് വാർത്തകളിലൊക്കെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് റാപ്പർ വേർഡ്. ഈ റാപ്പും റാപ്പറും അത് എവിടെ നിന്നാണ് ഉത്ഭവം എന്നുള്ളതിനെക്കുറിച്ചാണ്. അമേരിക്കയിലെ ഒരു പ്രശസ്ത റാപ്പറാണ് സെൻട്രൽ ഒർലാൻഡോ മാഗം എന്ന് പറയുന്ന ആളാണ് റാപ്പറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹമാണ് അമേരിക്കയിലെ റാപ്പ് സംഗീതത്തിൻ്റെ ഫാദർ. കാരണം അദ്ദേഹമാണ് ഇതിൻ്റെ ഉത്ഭവം. ഈ റാപ്പ് സംഗീതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം റിതം ആൻഡ് പോയറ്റ്, അല്ലെങ്കിൽ റിതം ആൻഡ് റൈം. ഇതാണ് ഈ റാപ്പ് സംഗീതം. നമുക്ക് അല്ലെങ്കിൽ മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യൻ സംഗീതത്തിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത ഒരു മേഖലയാണ് റാപ്പ് എന്നുള്ളത്. റാപ്പ് എന്ന് പറഞ്ഞാൽ അതായത് അത് റിതമിക്കായിട്ട് ഒരു വേർഡ്സുകൾ അല്ലെങ്കിൽ പോയറ്റ് രൂപത്തിൽ പറയപ്പെടുന്നു. ഇത് ആഫ്രിക്കയിൽ അമേരിക്കയിൽ നമുക്കറിയാം അപ്പാർത്തൈഡ് എന്ന് പറയുന്ന, അതായത് കളർ വർണ്ണ വിവേചനം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. അപ്പോൾ അവിടെ ഉള്ള ആഫ്രിക്കൻസ് അല്ലെങ്കിൽ അമേരിക്കൻസ് അവരുടെ ബ്ലാക്ക് ആൾക്കാർ അവരിൽ നിന്ന് ഉടലെടുത്ത ഒരു സംഗീതമാണ് റാപ്പ് സംഗീതം. അതായത് അടിച്ചമർത്തപ്പെട്ടവൻ്റെ ഒരു സംഗീതമാണ് റാപ്പ്. അതായത് പിന്നീട് ഈ റാപ്പ് സംഗീതം പാടുന്നവരെ അല്ലെങ്കിൽ അതിൻ്റെ ഉപജ്ഞാതാക്കളെ റാപ്പർ എന്ന പേരിലാണ് അമേരിക്കൻ മാധ്യമങ്ങളും അമേരിക്കയും ഒക്കെ പറയപ്പെടുന്നത്. അങ്ങനെ അതിൻ്റെ ഉത്ഭവം ഇപ്പം കേരളത്തിലും അലയടിക്കൽ തുടങ്ങി. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് റാപ്പർ വേടൻ, ഫെജോ, ഗബ്രി എന്ന് തുടങ്ങുന്ന ഒരുപാട് റാപ്പർമാരിപ്പം ന്യൂജൻ റാപ്പറായിട്ട് ഇനിയും ഒരുപാട് പേര് വരട്ടെ. അതിനോടൊപ്പം തന്നെ ഈ റാപ്പ് സംഗീതത്തിൻ്റെ എവിടെ നിന്നാണ് ഇതിൻ്റെ തുടക്കം എന്ന് ഞാൻ പറഞ്ഞു. മാഗ്നം എന്ന് പറയുന്ന ആളാണ് ഇതിന് ഉപജ്ഞാതാവെങ്കിൽ അമേരിക്കയിൽ ഇപ്പോൾ ഒരുപാട് റാപ്പർമാർ ഉണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഗുണം, അല്ലെങ്കിൽ അത് ജനപ്രീതി ആർജിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം, അത് സാധാരണ ജനങ്ങളിലേക്ക് ഒരു അമേരിക്കയിലെ ഒരു ചൊല്ലുപോലുമുണ്ട്, സ്ട്രീറ്റിലാണ് അവർ പാടിക്കൊണ്ടിരുന്നത്. പിന്നീട് അത് സ്റ്റേജുകളിലേക്ക് മാറി. അങ്ങനെ റാപ്പ് സംഗീതം ഒരു ലോകവ്യാപകമായിട്ട് എല്ലാ രാജ്യങ്ങളിലും ഇപ്പോൾ റാപ്പിൻ്റെ ഒരു വേർഷൻ തന്നെയുണ്ട്. ഇതിൻ്റെ ഉത്ഭവം തന്നെ ഹിപ്പ് ഹോപ്പ് മ്യൂസിക്കിൽ നിന്നാണ്. ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞ പോലെ തന്നെ അമേരിക്കയിലെ ബ്ലാക്ക് വൈറ്റ്സ് ഇവർ തമ്മിൽ എപ്പോഴും ഒരു വംശീയ വെറി എപ്പോഴും നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക എന്നല്ല, യൂറോപ്പിലെ പല രാജ്യങ്ങളിലും. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ ആഫ്രിക്കൻസ് ആണ് മെയിനായിട്ട്. 99% ആൾക്കാരും ആഫ്രിക്കൻസ് ആണ്. അവരുടെ ജീവിത നിലവാരത്തിൽ അവരെ അടിച്ചമർത്തപ്പെട്ട അതായത് അമേരിക്കയിൽ നിലനിന്ന നമുക്കറിയാം അബ്രഹാം ലിങ്കൺ എന്നെക്കുറിച്ചൊക്കെ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ കഥകളും അതൊക്കെ വേറൊരു വീഡിയോയിൽ ഞാൻ പറയാം. എങ്കിൽ തന്നെ ഈ റാപ്പ്, അതായത് ഈ ബ്ലാക്സിനെ വൈറ്റ്സ് എത്രമാത്രം ക്രൂരത ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു പാട്ട് രൂപത്തിൽ ഇവർ പലപ്പോഴും ഈ ആഫ്രിക്കൻസ് പാടി, അല്ലെങ്കിൽ ആ റിതമായിട്ട് അല്ലെങ്കിൽ ആ പോയറ്റ് രൂപത്തിൽ അവരുടെ ഒരുപാട് സംഗീതങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ അവരെ കൊന്നതും അവരെ അടിച്ചമർത്തപ്പെട്ടതും അവരുടെ ജീവിത നിലവാരത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചുമൊക്കെയാണ് ഈ റാപ്പ് സംഗീതത്തിൽ മെയിനായിട്ട് പറയുന്നത്. ഈ റാപ്പർമാർ മെയിനായിട്ട് അവർ തന്നെ എഴുതി, അവർ തന്നെ ഒരു റിതം ഉണ്ടാക്കി അത് വേദികളിൽ പാടി. അതാണ് ഈ റാപ്പ് സംഗീതത്തിൻ്റെ തുടക്കം. ഈ അമേരിക്കയിൽ നമുക്കറിയാം അമേരിക്ക എന്ന് പറയുന്ന രാജ്യം, അല്ലെങ്കിൽ നമ്മളിപ്പം കാണുന്ന അമേരിക്കയിൽ അപ്പുറം അമേരിക്കൻ നേറ്റീവ്സ് ഉണ്ട്. ആ നേറ്റീവ്സ് 100% ബ്ലാക്സ് ആണ്. ആ ബ്ലാക്സിനെ വൈറ്റ്സ്, അതായത് ഈ യൂറോപ്പിൽ നിന്ന് ആൾക്കാർ വന്ന് അവിടെ കുടിയേറി ഈ ബ്ലാക്സിനെ അടിച്ചമർത്തി അവർ വൈറ്റ് ആധിപത്യം സ്ഥാപിച്ച ഒരു സ്ഥലമാണ് അമേരിക്ക. അപ്പം അതിൽ നിന്നൊക്കെ നമുക്ക് പലപ്പോഴും മനസ്സിലാക്കും എബ്രഹാം ലിങ്കൺ എൻ്റെ കഥയും, അതുപോലൊപ്പം തന്നെ ലാസ്റ്റ് വന്ന ബറാക്ക് ഒബാമ. അദ്ദേഹം റാപ്പ് സംഗീതം സത്യത്തിൽ നമ്മളിപ്പോൾ അമേരിക്കൻ കൾച്ചർ അനുസരിച്ച് നമ്മളെ ഇന്ത്യൻ കൾച്ചർ പോലെയല്ല. ഇന്ത്യയിലെ എന്ന് പറഞ്ഞാൽ ഒരു സിനിമയുടെ അതിനകത്ത് 5-6 പാട്ടുകൾ കുത്തിത്തിരികി വെച്ച് അതൊക്കെയാണ് ഇന്ത്യൻ സിനിമയിൽ എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ ഉൾപ്പെടെയുള്ള കുറേ പാട്ടുകൾ എവിടെ നിന്നൊക്കെയോ കുത്തിത്തിരികി അതിനോടനുബന്ധമായിട്ട് ഒരു 5-6 സിനിമ കാണുമ്പോൾ അതിനോടൊപ്പം തന്നെ 5-6 പാട്ടുകളൂടെ ചേർത്ത് പറ്റുമെങ്കിൽ ഒരു 10
പാട്ടുകൂടെ ചേർത്ത് അതിനനുസരിച്ച് ഇങ്ങനെ പോകുന്നതാണ് മലയാളത്തിലെ മ്യൂസിക് കൾച്ചർ. പക്ഷേ അമേരിക്കയിലെ മ്യൂസിക് കൾച്ചർ എന്ന് പറഞ്ഞാൽ അത് വെറൈറ്റി, വേറൊരു സെക്ഷനാണ്. അത് മ്യൂസിക് വേറെ, സിനിമ വേറെ. എങ്കിൽ തന്നെ അമേരിക്കയിലെ ചില സിനിമകളിലൊക്കെ സിനിമ പാട്ടുകളുമുണ്ട്. എങ്കിൽ തന്നെ അത് സന്ദർഭയോജിതമായിട്ടാണ് അത് ഒരുക്കിയിരിക്കുന്നത്. എങ്കിൽ തന്നെ അമേരിക്കൻ കൾച്ചർ അനുസരിച്ച് ഒരു മ്യൂസിക് അല്ലെങ്കിൽ മ്യൂസിക് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു പ്രത്യേകത, അതായത് ഈ മൂവി അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രി പോലെ തന്നെ വേറൊരു ഘടകമാണ്, വേറൊരു അവിഭാജ്യ ഘടകമാണ് മ്യൂസിക്. അത് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കാണ്. അതായത് ഒരിക്കലും സിനിമയുമായിട്ട് ലിങ്ക് ചെയ്തിരുന്ന മ്യൂസിക് അല്ല അവരുടെ. അവർ ഇൻഡിപെൻഡൻ്റായിട്ട് ഓരോരുത്തരും ഓരോ മ്യൂസിക് ചെയ്ത് അത് പുറത്തിറക്കുന്നു. നമുക്കറിയാം അമേരിക്കയിലെ ഷക്കീര എന്ന് പറയുന്ന പോലെ ഒത്തിരി ആർട്ടിസ്റ്റ് മ്യൂസിക് ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഭാഗമാണ് ഈ റാപ്പ് മ്യൂസിക്. റാപ്പർ, അതായത് റാപ്പ് മ്യൂസിക് ചെയ്യുന്നവരെ നമ്മൾ റാപ്പർ എന്ന് വിളിക്കുന്നു. അപ്പം തന്നെ റാപ്പർമാർ ഒരുപാട് പേര് അമേരിക്കയിലെ ബ്ലാക്സിൻ്റെ ഇടയിലുണ്ട്. ഇവരുടെ മ്യൂസിക്കുകളെല്ലാം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവരുടെ പാട്ടുകൾ എല്ലാം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ, റാപ്പർ കേട്ട് കഴിഞ്ഞാൽ ഇവർ പറയുന്ന പോലെയാണ്. അതായത് നമ്മളൊരു റിതം, ഒരു ഏകദേശം ഒരു റിതം ഒപ്പിച്ച് ഇവരുടെ ആ മ്യൂസിക്കിനൊപ്പം പറയുക. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വാക്കുകൾ, അല്ലെങ്കിൽ ഇവർ എഴുതിയേക്കുന്ന ഈ വാക്കുകൾ വളരെ പൊയറ്റിക് ആയിട്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിലെ പദ്യങ്ങൾ പോലെ തന്നെ ആയിരിക്കും ഇവരുടെ ഈ റാപ്പ് മ്യൂസിക്കിലെ റിതമുണ്ടെങ്കിൽ തന്നെ ആ വാക്കുകൾ വളരെ അർത്ഥവത്തുള്ള, അല്ലെങ്കിൽ നമ്മളെ പിടിച്ചു കുലുക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ജീവിതാനുഭവങ്ങൾ വെച്ചുള്ള വാക്കുകളായിരിക്കും ഈ റാപ്പ് മ്യൂസിക്കിനുള്ളിലുള്ളത്. അതുകൊണ്ടാണ് തോന്നുന്നു ഒരുപറ്റം അമേരിക്കയിലെ അല്ലെങ്കിൽ ലോക ജനത തന്നെ ഈ റാപ്പ് മ്യൂസിക്കിലെ മറ്റു മ്യൂസിക്കുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് ഏറ്റെടുക്കാൻ തുടങ്ങിയത്. നമ്മൾ വിചാരിക്കും ഈ മലയാളത്തിലെ പ്രാസ് ഒപ്പിച്ച് പാടുക, അല്ലെങ്കിൽ മറ്റ് റിതം, അല്ലെങ്കിൽ എന്തോ ഒരു സംഗീതം പഠിച്ചവർക്ക് ഈ റാപ്പ് പാടാൻ പറ്റുകയുള്ളൂ, സംഗീതത്തിൻ്റെ ആദ്യാക്ഷരങ്ങൾ കുറിച്ച അങ്ങനെയൊക്കെ ഈ വെള്ളത്തിനകത്ത് പോയി നിന്ന് ഇങ്ങനെ സരിഗമ പാടിയാലേ പാട്ട് പാടാൻ പറ്റൂ എന്നൊന്നും ഈ റാപ്പ് മ്യൂസിക്കുമായി ബന്ധമില്ല. ഈ റാപ്പ് മ്യൂസിക്കുമായിട്ട് ഒരു ബന്ധവുമില്ല. അത് ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ച് ഉണ്ടാക്കുന്ന മ്യൂസിക്കിനനുസരിച്ച് നല്ല രീതിയിൽ എഴുതി ഈ റാപ്പ് മ്യൂസിക് ആർക്കും, ശബ്ദമുള്ള ഏത് മനുഷ്യനും പാടാൻ പറ്റുന്ന രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിച്ച ഒരു ആർട്ടിസ്റ്റ് രൂപമാണ് ഈ റാപ്പ് മ്യൂസിക് എന്ന് പറയുന്നത്. അതുകൊണ്ടായിരിക്കാം ഈ സാധാരണ ജനങ്ങൾ, അമേരിക്കയിലെ നമുക്കറിയാം സാധാരണ സ്ട്രീറ്റിലാണ് ആദ്യമായിട്ട് ഇതുപോലുള്ള മ്യൂസിക്കുകൾ, അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു വയലിനും അല്ലെങ്കിൽ ഒരു ഗിറ്റാറും ഒക്കെ വെച്ച് അവർ ചെറിയ രീതിയിൽ പാടി ഇത് ലോക ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നു. നമ്മൾ ഇന്ത്യയിൽ ഒരുപാട് റാപ്പർമാരുണ്ടെങ്കിൽ തന്നെ അവിടെ റാപ്പിനൊക്കെ വേറൊരു ടൈപ്പ് റാപ്പാണ്. അതായത് ഈ ചെറിയ പ്രണയഗാനങ്ങൾ, ചെറിയ കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ റാപ്പർ വേടൻ എന്ന് പറയുന്ന ആ റാപ്പർ ഒരിക്കലും റാപ്പ് മ്യൂസിക് സാധാരണ ആർക്കും പാടാവുന്നതാണ്. അതായത് നിസ്സാരമായിട്ട് വാക്കുകൾ, നല്ല പൊയറ്റിക് ആയിട്ടുള്ള വാക്കുകൾ എഴുതാൻ പറ്റുമെങ്കിൽ, ഇനി പൊയറ്റിക് ആയിട്ടില്ലെങ്കിലും ഇത് സാധാരണ ഒരു വാക്കുകൾ എന്തെങ്കിലും ഒരു ആശയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു റിതമൊക്കെ ഉണ്ടാക്കി ഏതെങ്കിലും റിതമുള്ള രീതിയിൽ നമുക്ക് പാടാവുന്നതാണ് റാപ്പ്. അത് പക്ഷെങ്കിൽ വളരെ റിതമിക്കായിട്ട് പാടുമ്പോഴാണ് അത് ഏറ്റെടുക്കുന്നത്. അതായത് ഇതിൻ്റെ റിതവും ഇതിൻ്റെ പൊയറ്റിക്കും രണ്ടും കൂടെ ഒന്ന് ചേരുമ്പോൾ ഇതൊരു നല്ലൊരു റാപ്പ് സംഗീതം ആയി മാറും. അതിന് ഏറ്റവും ഒരു ഉദാഹരണമാണ് നമ്മുടെ മലയാളികൾ എപ്പോഴും കേട്ടിട്ടുള്ള ഒരു നാടൻ പാട്ടുകൾക്ക് പ്രത്യേക മ്യൂസിക്കോ അല്ലെങ്കിൽ അതിൻ്റെ സരിഗമയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതയൊന്നുമില്ല. അത് ഏത് വ്യക്തിക്കും സാധാരണ രീതിയിൽ പാടാൻ പറ്റുന്ന ഒരു നാടൻ പാട്ടുകൾ ഒരുപാടുണ്ട്. അപ്പം അതാണ് റാപ്പ് സംഗീതം. ഇപ്പം ഇന്ന് ലോകത്തിൻ്റെ ഏറ്റവും വലിയ മ്യൂസിക് ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ പണം വാരുന്ന മ്യൂസിക്കുകളിൽ ഒന്നാണ് റാപ്പ് മ്യൂസിക്. അതുതന്നെ കേരളത്തിൽ ഒരുപാട് താമസിച്ചു ഈ റാപ്പ് മ്യൂസിക് എത്തുവാൻ തന്നെ തോന്നുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ വിദേശത്തൊക്കെയുള്ള അല്ലെങ്കിൽ അമേരിക്കയിലൊക്കെയുള്ള ഒരുപാട് റാപ്പ് സംഗീതജ്ഞന്മാർക്ക് ലോകത്തിൽ ഒരുപാട് ആരാധകരുണ്ട്. കാരണം അവരുടെയൊക്കെ പാട്ടുകൾ ഒന്നിറങ്ങാൻ തന്നെ മ്യൂസിക് ഇൻഡസ്ട്രിയിലെ വൻകിട കമ്പനികൾ ഇപ്പോഴും
അവരുടെ ഒരു പാട്ടിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഒരു ബൈറ്റിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഒരു സംഗീതം ഇറങ്ങാൻ വേണ്ടി നോക്കിയിരിക്കുക. കാരണം അതുപോലെ തന്നെ ലോകത്തിൽ ലക്ഷക്കണക്കിന് ഒരുപക്ഷെ ഫിലിം സ്റ്റാറിനേക്കാൾ ആരാധകരുള്ള ഒരു ആൾക്കാരാണ് ഈ റാപ്പ് സംഗീതജ്ഞർ. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം അവരുടെ ആ വാക്കുകൾ, ആ റിതം ചേർത്തുള്ള വാക്കുകൾ ലോകത്തിന് വളരെ അടിച്ചമർത്തപ്പെട്ടവൻ്റെ അല്ലെങ്കിൽ ഒരു പ്രത്യേക സെൻസ് അല്ലെങ്കിൽ ഒരു സെൻസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർ സംസാരിക്കും ആ വാക്കുകളിലൂടെ സെൻസിറ്റീവ്. ഇപ്പം നമ്മുടെ അറിയാം മലയാളത്തിലെ റാപ്പർ വേടൻ ഒരുപാട് വാക്കുകളിൽ ആ ഒരു ഒറ്റ സെൻറ്റൻസിൽ ചില കാര്യങ്ങൾ പറയാതെ പറഞ്ഞു പോകുന്നു എന്ന് നമുക്ക് തോന്നത്തില്ല. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷ് റിതമിക്, അതായത് ഇംഗ്ലീഷിലെ ഈ റാപ്പ് സംഗീതത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരുപാട് നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. ഇപ്പോൾ അമേരിക്കയിലെ ഫേമസ് ആയിട്ടുള്ള ജെയ്സി ഈ റാപ്പ് സംഗീതം ഇത്രയും ഫേമസ് ആകുന്നതിന് അല്ലെങ്കിൽ ഇത്രയും ജനശ്രദ്ധയെ ആകർഷിക്കുന്നതിന് ഒരു കാരണങ്ങൾ ഒരുപാടുണ്ട്. അതിലൊരു കാരണമാണ് ഇത് ഈ സാധാരണക്കാരൻ്റെ നിലവിളിയാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ തന്നെ പറയാം. സാധാരണക്കാരുടെ നിലവിളി അല്ലെങ്കിൽ സാധാരണക്കാരുടെ വിഷമങ്ങൾ, സാധാരണക്കാരുടെ ജീവിത രീതികൾ, ഒരിക്കലും ഒരു വലിയ 5 സ്റ്റാർ അല്ലെങ്കിൽ ഒരു മില്യണറുടെ ജീവിത നിലവാരത്തെക്കുറിച്ചോ ഒന്നുമല്ല ഈ പാട്ടിൽ അല്ലെങ്കിൽ ഈ റാപ്പ് സംഗീതത്തിലുള്ള സാധാരണക്കാരുടെ പ്രണയ നൈരാശ്യമുള്ളവരുടെ അല്ലെങ്കിൽ എല്ലാം അവൻ്റെ രോദനം, അവൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഓരോ പോയറ്റുകൾ, അത് റിതമിക്കായിട്ട് പാടുന്ന ഒരു രീതിയാണ് റാപ്പ് സംഗീതം. നമുക്ക് ഏറ്റവും ഉദാഹരണമാണ് മലയാളത്തിലും ഇതുപോലെ തന്നെ ഒരുപാട് പോയറ്റ് എഴുതിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഒരു പോയറ്റ് ഒരുപാടുണ്ട്, അതായത് പദ്യം ഒരുപാടുണ്ട്. പക്ഷെ അതൊന്നും ഒരു പദ്യരൂപത്തിൽ നമ്മൾക്ക് പാടിയാൽ തന്നെ നമുക്ക് പലർക്കും ഇഷ്ടപ്പെടാറില്ല. പക്ഷേങ്കിൽ നല്ലൊരു മ്യൂസിക്കൊക്കെ ചേർത്ത് നല്ല രീതിയിൽ ആ പോയറ്റ് എഴുതുമ്പോൾ, അതായത് കവിതകൾ നമ്മുടെ മലയാളത്തിൽ പാടുമ്പോൾ അതിന് വേറൊരു ഇമേജാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഈ റാപ്പ് സംഗീതം മലയാളത്തിൻ്റെ പദ്യ സാഹിത്യത്തിൻ്റെ വേറൊരു പതിപ്പാണ്. എങ്കിൽ തന്നെയും അമേരിക്കൻ റാപ്പിൽ നമ്മൾ ഹിപ്പ് ഹോപ്പ് കൾച്ചറിൽ നിന്ന് ഉടലെടുത്തതുകൊണ്ട് അത് വേറൊരു മ്യൂസിക് കൂടെ അതിനകത്ത് ചേരുമ്പോൾ ആ മ്യൂസിക് പലർക്കും ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഇത് സാധാരണക്കാർക്കും പാടാം. ഇതൊരു ആരുടെയും കുടുംബസ്വത്തോ അല്ലെങ്കിൽ ആരുടെയും ഒന്നുമല്ല. നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇതൊരു പൊയറ്റിക് അല്ലെങ്കിൽ അക്ഷരങ്ങൾ നല്ല ചിട്ടയോടെ എഴുതി ആർക്ക് വേണമെങ്കിലും ഒരു മ്യൂസിക്കും ചേർത്ത് പാടാൻ പറ്റുന്ന ഒരു സംഗീതമാണ് റാപ്പ് സംഗീതം. പക്ഷേ അതിനോടൊപ്പം തന്നെ ഇത് ജനങ്ങളോട് ഏറ്റെടുക്കുകയും കൂടി ചെയ്താൽ ഇത് നല്ല വിലമതിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞു വന്ന റാപ്പറും റാപ്പ് സംഗീതവും ഇത് ഉടലെടുത്ത അമേരിക്കയിലാണ്. അതിനോടൊപ്പം തന്നെ ഇത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അടിച്ചമർത്തപ്പെട്ടവൻ്റെ ശബ്ദമായിട്ട് ഈ റാപ്പ് സംഗീതത്തിലൂടെ വന്നിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ അയൽരാജ്യമായ ശ്രീലങ്കയിലെ LTT അല്ലെങ്കിൽ അവരുടെ തമിഴിനം, അവരുടെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ശ്രീലങ്കയിൽ നിന്ന് ഉടലെടുത്തിട്ടുണ്ട്. ഈ തമിഴ് ആർട്ടിസ്റ്റുകൾ അതുപോലെ തന്നെ ഈ റാപ്പ് സംഗീതത്തിൻ്റെ ചുവട് പിടിച്ച്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലും ഈ അടുത്ത കാലത്ത് തമിഴ്നാട്ടിലും റാപ്പ് സംഗീതവുമായി ബന്ധപ്പെട്ട ഒരുപാട് അസൽ കോലാർ, അറിവ് അങ്ങനെയൊക്കെ പറഞ്ഞു. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ തമിഴിൽ എൻജോയ് എൻജാമി എന്ന് പറഞ്ഞ ഒരു പാട്ട്. അത് റാപ്പ് മ്യൂസിക്കിനെ ബേസ് ചെയ്താണ് ഇറക്കിയേക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലേക്ക് ഈ മറ്റ് മ്യൂസിക്കുകൾ നിൽക്ക ചെയ്ത് ഇതുപോലൊരു മ്യൂസിക് ഇൻഡസ്ട്രിക്ക് കടന്നു ചെല്ലാൻ പറ്റാത്തത് കൊണ്ടായിരുന്നു തോന്നുന്നു റാപ്പ് മ്യൂസിക് ഇത്രയും നാളും അടിച്ചമർത്തപ്പെട്ട പോലെ നമ്മുടെ ഇന്ത്യൻ മ്യൂസിക്കിലോട്ട് അധികം എത്തപ്പെടാഞ്ഞത്. പക്ഷെ ഇപ്പം ഈ ഹിന്ദിയിലാണേലും തമിഴിലാണേലും നമ്മുടെ ഇന്ത്യയിലെ എല്ലാ ലാംഗ്വേജിലേക്ക് ഈ റാപ്പ് മ്യൂസിക്കിൻ്റെ വലിയൊരു കടന്നുകയറ്റം ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും അതിനെ തടയാനോ പറ്റത്തില്ല. കാരണം അതൊരു മ്യൂസിക് കൾച്ചറാണ്. അതായത് അമേരിക്കയിലൂടെ എടുത്ത ഒരു ഹിപ്പ് ഹോപ്പ് മ്യൂസിക് കൾച്ചർ. അത് അടിഞ്ഞമർത്തപ്പെട്ടവൻ്റെ അല്ലെങ്കിൽ സാധാരണ ഇപ്പം നമുക്കറിയാം ഒരു സംഗീതം അല്ലെങ്കിൽ ഒരു പാട്ട് പാടണമെങ്കിൽ ഒരുപക്ഷെ ഈ മലയാളത്തിലൊക്കെ എഴുതി വെച്ചേക്കുന്ന പാട്ടും മലയാളത്തിലൊക്കെ ഓരോരുത്തർ പാടിയേക്കുന്ന പാട്ടും ഒക്കെ ഒരു സാധാരണക്കാരന് പാടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്, പാടാൻ പറ്റത്തില്ല. ഇപ്പം KS ചിത്ര
MG ശ്രീകുമാർ, യേശുദാസ് ഇവരൊക്കെ പാടിയിരിക്കുന്ന പാട്ടുകൾ ഒരു സാധാരണക്കാരൻ്റെ അടുത്ത് പാടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ അതേ സംബന്ധിച്ച് ഒരു റാപ്പർ പാടിയ, ഉദാഹരണം റാപ്പർ വേടൻ പാടിയ പാട്ടുകൾ ഒരു കൊച്ചുകുട്ടിക്കും പാടാൻ വളരെ ഈസിയാണ്. അതാണ് ഈ റാപ്പ് സംഗീതവും മറ്റ് സംഗീതത്തിൽ നിന്നും വേർതിരിച്ചിരിക്കുന്നത്. അപ്പോൾ സംഗീതം എന്ന് പറയുന്നത് എന്തും റിതമിക്കായിട്ട് എന്തും പാടുന്നത് സംഗീതമാണ്. പക്ഷേ അത് മലയാളത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യയിൽ വരുമ്പോൾ അത് ഇന്ന പ്രാസം ഒപ്പിച്ച് പാടണം, അല്ലെ സരിഗമ അതിന് ഇതില്ല എന്നൊക്കെ പറയുമ്പോൾ വളരെ തെറ്റായ ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ റാപ്പ് മ്യൂസിക്കിന് ഇത്രയും ഇതുണ്ടാകാൻ കാരണം പലരും അമേരിക്കയിലെ അല്ലെങ്കിൽ ലോകവ്യാപകമായി സോഷ്യൽ മീഡിയയും മറ്റ് പ്ലാറ്റ്ഫോമുകളും ഉള്ളതുകൊണ്ട് ഈ അമേരിക്കൻ സംഗീതം കേട്ടിട്ടുള്ളവർക്ക്, അമേരിക്കയിലെ പല സംഗീതങ്ങളും കേട്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ഇന്ത്യയിലെ അമേരിക്കൻ സംഗീതം കേട്ട് പരിചയിച്ച പലർക്കും ഇന്ത്യൻ മ്യൂസിക്കിലോട്ട് ഇത് ആഡ് ചെയ്തപ്പെടുമ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടായെന്ന് പലർക്കും മനസ്സിലാകാൻ പറ്റും. അപ്പോൾ ഇനി മുതൽ ഇന്ത്യയിലും റാപ്പ് സംഗീതജ്ഞന്മാർ ഒരുപാടുണ്ടാകട്ടെ എന്നാശംസിച്ചുകൊണ്ട് വീഡിയോ ഇവിടെ നിർത്തുന്നു.